ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്ക്. വീഴ്ച പറ്റിയത് ആർക്കൊക്കെ? ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. ഗർഭകാലത്ത് നടത്തിയ സ്കാനിങ്ങുകളിൽ കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന പരാതിയിലാണ് നടപടി. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. ആലപ്പുഴ കടപ്പുറത്തെ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്കെതിരെയും നഗരത്തിലെ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് ഗുരുതര ആരോപണം. നവംബർ 8-നാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ സുറുമി പ്രസവിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തായിരുന്നില്ല. വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. കുഞ്ഞിന് കണ്ണു തുറക്കത്തില്ല. മുലപ്പാല് വാണ്ട് കുടിക്കാൻ പറ്റത്തില്ല. ട്യൂബ് ഇട്ടിട്ട് അതിൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന്റെ അന്നാണ് ഡോക്ടർ ഇക്കാര്യത്തെക്കുറിച്ച് അനീഷിനോട് പറയുന്നത്. ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും WNCയിലെ ഡോക്ടർ ഷേർലി മാഡം ഇത് നമ്മളോട് പറയാതിരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. ആലപ്പുഴ സൗത്ത് പോലീസ് നൽകിയ പരാതിയിൽ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കെതിരെയും ലാബിലെ 2 ഡോക്ടേഴ്സിനെതിരെയും കേസെടുത്തു. റേഡിയോളജിസ്റ്റിനുണ്ടായ പിഴവിന് തങ്ങളെ പഴിക്കുന്നുവെന്ന് കേസിലെ 1-ാം പ്രതി ഡോക്ടർ പുഷ്പ 24-നോട്. അനോമലി കണ്ടുപിടിക്കുന്നത് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ്. അത് ഗൈനക്കോളജിസ്റ്റ് അല്ല, റേഡിയോളജിസ്റ്റ് ആണ് അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ആകെ 7 സ്കാനിങ്ങുകളാണ് നടത്തിയത്. ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള മിഡാസിലും ശങ്കേഴ്സിലുമായിരുന്നു പരിശോധന. 2 ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ സാന്നിധ്യമില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം 7-ാം മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിൽ പോലും കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ശങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ പറഞ്ഞു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനാണ് അന്വേഷണ ചുമതല. ലാബ് റിപ്പോർട്ടുകളും അത് ഹാജരാക്കണം, മെഡിക്കൽ ബോർഡിന് ഹാജരാക്കണം. ചികിത്സിച്ച ഡോക്ടേഴ്സ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കേസ് റിപ്പോർട്ടുകൾ അത് ഹാജരാക്കണം. മെഡിസിൻ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം ആചാരാക്കിയ ശേഷം ബോർഡിന്റെ ഒപ്പീനിയനാണ് പ്രധാനം. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ DMO ജമുന വർഗീസിനോട് റിപ്പോർട്ട് തേടി. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് DMO കൈമാറും. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായി. ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ ഡോക്ടേഴ്സിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അത് ഏറ്റെടുക്കാമെന്ന് സൂപ്രണ്ടിന് ഉറപ്പ് പറയാനേ പറ്റത്തുള്ളൂ. രേഖാമൂലം എഴുതി തരാൻ പറ്റില്ല. എനിക്കറിയാം. ഉറപ്പ് കിട്ടിയാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റാം. പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പരാതി നമ്മളെല്ലാം അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം DMO തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ കേസും അതുപോലെ തന്നെ ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക ഒരു തല അന്വേഷണം വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത് കുഴപ്പം വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, വലിയ പ്രതിഷേധമുണ്ട്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. കുട്ടിയുടെ ചികിത്സ, അമ്മയുടെ ചികിത്സ, അതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സർക്കാർ അത് ഏറ്റെടുക്കുമോ? അങ്ങനെ രേഖാമൂലം സർക്കാരിന് മറുപടി നൽകാൻ കഴിയുമോ എന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സംഘടനകളൊക്കെ അവിടെ പ്രതിഷേധത്തിലേക്ക് വരുമായിരിക്കുമല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ഇനി സാധ്യത? ഈ പോലീസിൻ്റെ അന്വേഷണം ഏതു വഴിക്കായിരിക്കും?
വിജയകുമാർ, ഇത്തരത്തിൽ വലിയൊരു ഗുരുതര ആരോപണം അതും സീനിയറായ ഗൈനക്കോളജിസ്റ്റിനെതിരെയും സർക്കാർ ആശുപത്രിക്കെതിരെയും ഉയർന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി, അതായത് ഡിവൈഎസ്പി റാങ്കിലുള്ള ആളുകൾ തന്നെ അന്വേഷിക്കണമെന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധു ബാബുവിനാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. ആലപ്പുഴ സൗത്ത് പോലീസിൽ നിന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും ഇവിടുത്തെ സീനിയർ ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ ഷേർലിക്കെതിരെയും പുഷ്പയ്ക്കെതിരെയും 1ഉം 2ഉം പ്രതികളാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിൽക്കുന്നത് വനിതാ ശിശു ആശുപത്രിയിലാണ്, സർക്കാർ ആശുപത്രിയിലാണ്. ഇവിടെ ഈ ആശുപത്രി തുടങ്ങിയ കാലം മുതൽ ഇവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഈ സ്കാനിംഗ് ഉപകരണം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. എങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാതെ ഈ ഉപകരണം വാങ്ങി വെക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ ഈ അനീഷ് സുറുമി ദമ്പതികൾ അവർ കഴിഞ്ഞ 10 മാസത്തിനിടെ 7 സ്കാനിങ്ങുകൾ നടത്തി. സാധാരണഗതിയിൽ 3 or 4 നടത്തുക. ഇവിടെ 2D അൾട്രാസൗണ്ട് സ്കാൻ 7 എണ്ണം 2 ലാബുകളായി നടത്തി. ഈ ലാബുകൾ നടത്തി 7-ാം മാസം പോലും നടത്തി. ഈ സ്കാൻ നടത്തിയിട്ട് പോലും കുട്ടിക്ക് വൈകല്യമുണ്ടെന്നുള്ള കാര്യം പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം, തലേ ദിവസം മാത്രം, അതായത് നവംബർ മാസം 8-ാം തീയതി കുഞ്ഞ് പ്രസവിക്കുന്നത് തലേ ദിവസം വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും വണ്ടാനം ആശുപത്രിയിലേക്ക് മാറ്റണം, ഈ ഡെലിവറിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് മാറ്റണമെന്ന് അറിയിക്കുമ്പോൾ മാത്രമാണ് ഈ വീട്ടുകാർ ഈ കാര്യം അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇടപെടുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പിന്നീട് ഒരിക്കൽ കൂടി വരാമെന്ന് കരുതുന്നു. ആലപ്പുഴ ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല, സ്കാനിങ് മെഷീനുകൾ അവിടെ ചലനമറ്റ് കിടക്കുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്നുണ്ട്. നമ്മൾ വിശദാംശങ്ങളിലേക്ക് വരും. അതിനു മുമ്പ് ഡൽഹിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത്, ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനമുണ്ടായി എന്നതാണ്. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം. പോലീസ് സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, സ്ഫോടനം എത്ര തീവ്രമായിരുന്നു എന്നതിന്റെ സൂചനകളുണ്ടോ? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആദ്യ വിവരങ്ങൾ? യെസ്, ചെറിയ സാങ്കേതിക പ്രശ്നം. ഡൽഹി പ്രശാന്ത് വിഹാറിലാണ് തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം നടന്നത്. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം. അവിടെ പരിശോധന നടത്തുകയാണ്. എത്ര തീവ്രതയുള്ള സ്ഫോടനമാണ്, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഡൽഹി പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. ആദ്യ ദൃശ്യങ്ങൾ ആ സ്ഫോടന സ്ഥലത്തെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബൽറാം, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുമാർ, നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിലാണ് ഈ സ്ഫോടനമുണ്ടായത്. അത്യുച്ചത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. PVR സിനിമാസിന് സമീപം ഒരു പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് സ്ഫോടനം. സമീപത്തായി ഒരു സ്വീറ്റ് ഷോപ്പും ഉണ്ട്. പോലീസ് അടക്കമുള്ളവർ എത്തി ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ 11:48 ഈ സ്ഫോടനം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഫോറൻസിക് സംഘം, ഡൽഹി പോലീസിന്റെ ഫോറൻസിക് സംഘം അടക്കമുള്ളവർ പരിശോധന നടത്തുകയാണ്. ഈ സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായി ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസമാണ് ഡൽഹിയിൽ CRPF സ്കൂളിന് സമീപം സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. തുടർന്ന് ഇതിൽ സംശയാസ്പദമായ ആളുകളുടെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രശാന്ത് വിഹാറിൽ മറ്റൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ പ്രതികരണം നടത്തുക, ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. പാർക്കിന്റെ ബൗണ്ടറി മതിലിനോട് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്നും വെള്ളപ്പൊടി ഉൾപ്പെടെ കണ്ടെത്തിയതായാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതേ തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു തന്നെയായിരുന്നു നേരത്തെ CRPF സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നടത്തിയ സ്ഫോടനത്തിലും ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യം സംബന്ധിച്ചുള്ള പ്രതികരണത്തിന്, ഔദ്യോഗികമായ പ്രതികരണത്തിന് കഴിയുക എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. മറ്റ് ഏജൻസികൾ, ഡൽഹി പോലീസിനപ്പുറത്തേക്ക് NIA അടക്കമുള്ള ഏജൻസികൾ
ഈ വിഷയത്തിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായി ഈ മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള സമാന തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കും. വിജയകുമാർ. ബൽറാം, ഈ തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ CRPF സ്കൂളിന് മുന്നിൽ, അതിന് കുറച്ച് നാളുകൾ മുമ്പ് ഇസ്രായേൽ എംബസിയുടെ സമീപത്ത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തുടക്കത്തിൽ സമഗ്രമായ അന്വേഷണം, അതിൻ്റെ വിവരങ്ങളൊക്കെ വരുമായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഡൽഹി പോലീസിന് കിട്ടിയിരുന്നോ? ഈ ചെറു സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലം അത് വീണ്ടും അതിന് സമാനമായ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ നടന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി, പ്രശാന്ത് വിഹാറിലെ കാര്യം പ്രാഥമികമായി നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും നേരത്തെ ഉണ്ടായ ഈ ചെറു സ്ഫോടനങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നോ? വിജയകുമാർ, നേരത്തെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വളരെ നേരിയ സ്ഫോടനം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി തന്നെ പരിശോധന നടത്തുകയും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ സ്ഫോടനം എന്ന ഒരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ഈ CRPF സ്കൂളിന് സമീപം നടത്തിയ സ്ഫോടനം അതിന് സിഖ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. സിഖ് ഭീകര സംഘടനകൾ അടക്കമുള്ളവർ ഈ സ്ഫോടനത്തിൽ സംബന്ധിച്ച് ഉള്ള അന്വേഷണം അവരിലേക്ക് ഉൾപ്പെടെ പോലീസ് നടത്തിയിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. അതിനിടെയാണ് സമാനമായ രീതിയിൽ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത്, അധികം ജനശ്രദ്ധ ലഭിക്കാത്ത ഒരു പ്രദേശത്ത് മതിലിനോട് ചേർന്ന് നടത്തിയ സ്ഫോടനം, അതേ തരത്തിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഇവിടെയും നടത്തിയത്. നേരത്തെ ഉണ്ടായത് CRPF സ്കൂളിന്റെ മതിലിനോട് ചേർന്നായിരുന്നെങ്കിൽ ഇതൊരു പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് സ്ഫോടനം. സമീപത്തായി കടകൾ ഉണ്ട്, PVR സിനിമാസ് എന്ന സിനിമാ തിയേറ്റർ അടക്കമുള്ളവ ഉണ്ട്. ജനങ്ങൾ കൂടുതലായി എത്തുന്ന പ്രദേശമാണ്. എന്നാൽ എല്ലായ്പ്പോഴും ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാത്ത ഒരു പ്രദേശം തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സമാനമായ സ്വഭാവമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സമാനമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനം എന്നുള്ളതാണ്. ഇതിൽ ഭീകര സംഘടനകൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം സംശയം എന്നുള്ളത് ഈ സിഖ് സംഘടനകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പങ്ക് എന്ന് സംബന്ധിച്ച് തന്നെയാണ് പോലീസിനുള്ളത്. ആ ഒരു ദിശയിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുണ്ടായ സ്ഫോടനം സംബന്ധിച്ചും അതേ സ്വഭാവത്തിലുള്ള സ്ഫോടനമായതുകൊണ്ട്. ശരി ബൽറാം, എന്തായാലും പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. PVR സിനിമാ തിയേറ്ററിന് സമീപം ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിന് ആണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതിന്റെ വിവരങ്ങൾ ഡൽഹി പോലീസ് അല്പസമയത്തിനകം വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഔദ്യോഗികമായി അതിന്റെ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് കരുതുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ഇനി വയനാടിന്റെ പ്രിയങ്ക. ലോക്സഭാ അംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ ചെറു പതിപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു വയനാട് MP-യുടെ സത്യപ്രതിജ്ഞ. കേരള തനിമയുള്ള കസവു സാരി അണിഞ്ഞാണ് ആദ്യ ദിനത്തിൽ പ്രിയങ്ക ലോക്സഭയിലെത്തിയത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूं, सत्यनिष्ठा से प्रतिज्ञा करती हूं. പ്രിയങ്ക ഗാന്ധി വദ്ര ഇനി മുതൽ പാർലമെന്റ് അംഗം. കരഘോഷത്തോടെയാണ് പ്രതിപക്ഷ നിര പ്രിയങ്കയെ ലോക്സഭയിലേക്ക് വരവേറ്റത്. കേരള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാഡ്ര. കേരള തനിമയുള്ള കസൗസാരിയുടുത്താണ് പ്രിയങ്ക ഗാന്ധി ആദ്യ ദിനം പാർലമെന്റിലെത്തിയത്. മാതാവ് സോണിയാഗാന്ധിക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം ആദ്യം പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്കാണ് പ്രിയങ്ക എത്തിയത്. സ്വീകരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെറുയോഗത്തിന് ശേഷം പിന്നെ ലോക്സഭയിലേക്ക്. കേരള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാഡ്ര.
ഹൈബി ഈഡൻ സമ്മാനിച്ച ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തിയായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ ബെഞ്ചിലെ 4ാം നിരയിലാണ് പ്രിയങ്ക ഇരുന്നത്. അപ്പോഴേക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ മുങ്ങി. അതിലും പ്രിയങ്ക പങ്കാളിയായി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതിക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷ പ്രകടനം നടത്തി. പാർലമെന്റിൽ ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ മേൽവിലാസം. BJPക്കും മോദി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ ലോക്സഭയിൽ കരുത്തേറുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തികഞ്ഞ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് വയനാട് മണ്ഡലം. രാത്രിയാത്രാ നിരോധനം മുതൽ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മധുരം നൽകിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF പ്രവർത്തകർ ആഘോഷിച്ചത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ. പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പായസവും ലഡ്ഡുവും നൽകിയാണ് വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകർ ആ നിമിഷത്തെ വരവേറ്റത്. ഒപ്പം കുന്നോളം പ്രതീക്ഷകളും വോട്ടർമാർ വെച്ചുപുലർത്തുന്നു. രാത്രിയാത്രാ നിരോധന പ്രശ്നം, മെഡിക്കൽ കോളേജ് വികസനം, നഞ്ചൻകോട് റെയിൽപാത, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം എന്നിവയെല്ലാം പ്രിയങ്ക സമയബന്ധിതമായി ഇടപെടേണ്ട വിഷയങ്ങളായി ജനങ്ങൾ കാണുന്നു. ഒന്നാമതായി വയനാട് മെഡിക്കൽ കോളേജ് അറിയാലോ. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ രാത്രിയാത്രാ നിരോധനം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെന്ന് ഞങ്ങൾ വയനാട്ടുകാർ ഏറെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വയനാട്ടിലുണ്ട്. അതൊക്കെ പ്രിയങ്ക ഗാന്ധിയിൽ കൂടി നിറവേറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറത്തെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മേഖലകൾ തിരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് സമ്മാനിച്ചത്. വിവിധ കാരണങ്ങളാൽ ഇഴഞ്ഞു നീങ്ങുന്ന പദ്ധതികൾക്ക് വേഗം വേണമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ഡയാലിസ് സെന്റർ അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. അടിയന്തരമായി പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി ചെറിയ സഹായം കൂടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വോട്ടർമാർക്ക് നന്ദി പറയാൻ നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും. ചരിത്ര ഭൂരിപക്ഷം നൽകിയതുപോലെ ഈ വരവ് ഒരു ചരിത്ര സംഭവമാക്കാൻ കൂടി ഒരുങ്ങുകയാണ് പ്രവർത്തകർ. 24, മലപ്പുറം, വയനാട്. പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകും. വയനാട്ടിൽ നിന്ന് ജയിച്ചെത്തിയ പ്രിയങ്ക മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ എത്രമാത്രം ഇടപെടുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്ക ഗാന്ധി ഇന്നു മുതൽ ലോക്സഭാ MP. 4,10,931 ഭൂരിപക്ഷം നേടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സമരമുഖങ്ങളിലും കോൺഗ്രസിനെ ആവേശം കൊള്ളിച്ച ശബ്ദം ഇനി പാർലമെന്റിലും. MP എന്ന നിലയിൽ പഠിക്കാനും തെളിയാനും ഏറെയുണ്ട്. പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള നടപ്പ്. വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഓരോ നീക്കത്തിലും രാഷ്ട്രീയം വേണം. എന്നും വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന വാക്ക് പാലിക്കണം. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക്. ചെറുകൂട്ടങ്ങളിൽ സംസാരിച്ച് സ്വയം രാഗിമിനുക്കൽ. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. UPയിൽ നിർജീവമായിരുന്ന കോൺഗ്രസ് കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിച്ചു. അപ്പോഴും നേരിട്ടൊരംഗത്തിനിറങ്ങാൻ മടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞപ്പോൾ പകരം പ്രിയങ്കയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചു. എന്നാൽ അന്നും സമ്മതം മൂളിയില്ല. പടിപടിയായി തന്റെ സ്വാധീനം ഉറപ്പിച്ച ശേഷം ഒടുവിൽ കളത്തിലിറങ്ങി ജയിച്ചു കയറി. സഹോദരന്റെ പകരക്കാരിയായി. സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രചാരണ ശൈലി വയനാട്ടിലും തുടർന്നു. ഉരുൾപൊട്ടൽ ജീവിതം തകർത്ത ജനതയ്ക്ക് കേന്ദ്ര സഹായം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ശാശ്വത പരിഹാരം. ചുരം താണ്ടാതെ ജീവൻ കാക്കാൻ ഒരു മെഡിക്കൽ കോളേജ്. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കൽ. പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന്
വയനാട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പലതുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ തുടരന്വേഷണം തടഞ്ഞ് സർക്കാർ. അന്വേഷണം വേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിൽ സജി ചെറിയാൻ അപ്പീൽ നൽകും വരെ കാത്തിരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. സജി ചെറിയാൻ അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് തള്ളിയാണ് കോടതി തീരുമാനം. എന്നാൽ തൽക്കാലം അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ നിർദ്ദേശം. അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറാണെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി ഇന്നലെ സർക്കാരിനെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് സർക്കാർ ഇടപെട്ട് അന്വേഷണം തടഞ്ഞത്. സജി ചെറിയാൻ അപ്പീൽ നൽകുന്നതുവരെ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. ഞാനിപ്പോൾ ഒരു 1-2 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരാഴ്ചയായി. കാരണം തീർച്ചയായും അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് തന്നെ നിയമിച്ചില്ലെങ്കിൽ, കോടതിയുടെ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോർട്ടലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും. സജി ചെറിയാന ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്ന് കെ മുരളീധരൻ. സജി ചെറിയാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്തോറും സർക്കാർ അവസാനം വഷളാവുകയും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ കോടതി എന്താണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി അനുമതി നൽകിയ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിനെ ഉടൻ സമീപിച്ചേക്കും. ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 24 തിരുവനന്തപുരം. പ്രതിഷേധങ്ങൾക്കിടെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരായി ഡോക്ടർ സിസ തോമസും ഡോക്ടർ കെ ശിവപ്രസാദും ചുമതലയേറ്റു. ഗവർണറുടെ ഉത്തരവിന് തൊട്ടടുത്ത ദിവസമാണ് ഇരുവരും ചുമതലയേറ്റെടുത്തത്. നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും കോടതി വിധി അനുസരിച്ചാണ് തീരുമാനമെടുത്തത് എന്നുമാണ് ഗവർണറുടെ പ്രതികരണം. ഗവർണറുടെ ഉത്തരവ് ലഭിച്ചതനുസരിച്ച് രാവിലെ 10 മണിയോടെ തന്നെ സാങ്കേതിക സർവകലാശാല VC-യുടെ ചുമതല ഏറ്റെടുക്കാൻ പ്രൊഫസർ കെ ശിവപ്രസാദ് എത്തി. SFIയും യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ഇടത് സംഘടനയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. പ്രതിഷേധങ്ങൾക്കിടെ കെ ശിവപ്രസാദ് KTU താൽക്കാലിക VC-യുടെ ചുമതല ഏറ്റെടുത്തു. പേടിച്ച് പ്രവർത്തിക്കുന്ന ശൈലി തനിക്കില്ലെന്നും പ്രതികരണം. ഇത് നമ്മുടെ ഗവർണർ ചാൻസലർ എന്ന ഒരു ഭരണഘടന പദവി നൽകുന്ന ഒരു അപ്പോയിൻമെൻ്റാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഗാംഭീര്യവും ഉണ്ട്. അത് നിലനിർത്തി പോരുക. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC-യായി സിസ തോമസും രാവിലെ 11 മണിയോടെ ചുമതലയേറ്റു. സാങ്കേതിക സർവകലാശാലയിലെ പ്രതിഷേധങ്ങൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായില്ല. സർക്കാരിന്റെ പ്രതികാര നടപടികളെ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് സിസ തോമസിന്റെ മറുപടി ഇങ്ങനെ: ഭയക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പ്രതികൂല ഒരു സാഹചര്യം വരരുത് എന്ന ആഗ്രഹമുണ്ട്. ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയും പ്രതീക്ഷയും. VC-യെ നിയമിക്കാൻ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും കോടതി വിധി അനുസരിച്ചാണ് നിയമനമെന്നും ഗവർണർ. What I have done is, after this position was clarified by the Honorable High Court, clearly I have exercised the powers vested in me by the Act of the University and the UGC regulations. VC നിയമനത്തിനെതിരെ നിയമ നടപടിയും ഗവർണർക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾക്കുമാണ് CPM നീക്കം. പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ 2 VC-മാരെ നിയമിച്ച് ഉത്തരവിറക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ഇനി സർക്കാരിൻ്റെ ഊഴമാണ്. സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഒപ്പം രാഷ്ട്രീയപരമായും നേരിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ആന എഴുന്നള്ളിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ രാജൻ. നിയമനിർമ്മാണമോ ആന പരിപാലന ചട്ടത്തിലെ ഭേദഗതിയോ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. തൃശൂർ പൂരം പ്രതിസന്ധിയിലാകുന്നത് ഒഴിവാക്കണമെന്ന് VS സുനിൽകുമാറും പൂരം നടത്തിപ്പിന് ഉന്നതതല സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും ഇന്ന് ആവശ്യപ്പെട്ടു. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു പ്രശ്നപരിഹാരം തേടാനുള്ള സർക്കാർ നീക്കം. വിഷയത്തിൽ നിയമനിർമ്മാണം വേണമോ ചട്ടനിർമ്മാണം വേണമോ എന്നത് ഉന്നതതല യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തും. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും
രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം നൽകരുതെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ. ഗവൺമെൻറ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായ മാർഗം. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. ക്ഷേത്രങ്ങൾക്ക് അകത്തുള്ള എഴുന്നള്ളിപ്പിന് അത് കൂടുതലായിട്ട് ബാധിക്കുക. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് മൈതാനങ്ങളിൽ നടക്കുന്ന എഴുന്നള്ളിപ്പിന് നമുക്ക് ധാരാളം സ്ഥലം കിട്ടും. അതേസമയം തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. 24 തൃശൂർ. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് CPIM. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധമാണെന്നാണ് CPIM വാദം. രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന് CPM-ന് ഭയമുണ്ടെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് റവന്യൂ മന്ത്രി K രാജൻ ഒഴിഞ്ഞുമാറി. കേന്ദ്ര ഏജൻസികൾക്കെതിരായ രാഷ്ട്രീയ വിമർശനമെന്ന് വ്യാഖ്യാനിക്കുമ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണ ആവശ്യത്തിൽ CPIM നിലപാട് വ്യക്തം. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക. CBI അന്വേഷണത്തിനെതിരായ നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര ഏജൻസികൾ പ്രതിയോഗികൾക്കെതിരായ രാഷ്ട്രീയ ഉപകരണമാകുന്നുവെന്നത് എക്കാലത്തെയും പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ. എങ്ങോട്ട് വേണമെങ്കിലും നിലപാട് മാറ്റാം. കുടുംബത്തിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കേണ്ടത് കോടതി. അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടല്ല. CBI എന്ന് പറയുന്നത്, ED എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. ബിനാമി ആരോപണം മുതൽ വ്യാജ കൈക്കൂലി പരാതി ആരോപണത്തിൽ വരെ കേസിൽ ദുരൂഹതകൾ ഇനിയും ബാക്കി. ഒപ്പമെന്ന് ആവർത്തിക്കുമ്പോഴും പോലീസ് അന്വേഷണത്തിലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അവിശ്വാസത്തിനൊപ്പം പാർട്ടിയില്ല. CBI അന്വേഷണ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി റവന്യൂ മന്ത്രി K രാജൻ. ADM-ന്റെ കുടുംബത്തിനോടൊപ്പമാണ് മന്ത്രി മാത്രമല്ല സർക്കാരും. ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ നഷ്ടമുണ്ടായ ആളുകൾ എന്ന നിലയിൽ അവരുടെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി കോടതിയുടെ സർക്കാരിന്റെ ഞാനല്ല അത് പറയേണ്ടത്. CPIM നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദന് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം. പ്രശാന്തൻ ആരുടെ ബിനാമിയെന്ന് പുറത്തായാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും ആരോപണം. 24 കണ്ണൂർ. പത്തനംതിട്ടയിൽ നിന്ന് ഒരു പ്രധാന വാർത്ത വരുന്നു. മൗണ്ട് സിയോൺ ലോ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ പുഴു. പ്രഭാത ഭക്ഷണത്തിന് വിളമ്പിയ സാമ്പാറിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ஒரு பொண்ணோட பிளேட்டில் புழு ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ടൈം നടക്കില്ല, കുറേ ദിവസം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആഴ്ചക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയാച്ച് അറ്റ്ലീസ്റ്റ് മുടി കിട്ടും, പുഴു കിട്ടും. ഇങ്ങനെ കഴിക്കുമ്പോൾ അൺഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ എന്താകും, വയറ് വല്ലാതെ പോയി പിന്നെ വയറുവേദനയെല്ലാം വന്ന് കുറേ ആൾക്കാർ ഹോസ്പിറ്റലും പോകുന്നുണ്ട്, ഛർദ്ദൽ വരുന്നുണ്ട്. ഇത് കുറച്ച് മാത്രം നടക്കുന്നില്ല. സംഭവം വെച്ചാൽ 2 ആഴ്ചക്ക് ഒരു മുறை 14 ദിവസത്തേക്ക് അങ്ങനെ കുറേ ദിവസം നടക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്ത് നടപടിയെടുത്തു ഈ പരാതിയിൽ? കുട്ടികളുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ്, അതിന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് കോളേജ് മാനേജ്മെന്റിന് പറയാനുള്ളത്? കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പളുമായി നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു വിജയകുമാർ. പ്രിൻസിപ്പൽ പറയുന്നത് കുട്ടികൾ പറഞ്ഞത് 100% സത്യമാണ്, തനിക്കത് ബോധ്യപ്പെട്ടത് തന്നെയാണ്. താൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മാനേജ്മെന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ ഈ പറയുന്ന ഒരു കാറ്ററിംഗ് സ്ഥാപനമാണ് ഇത് ഇവിടെ വിളമ്പുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, വാണിംഗ് നൽകിയിട്ടുണ്ട്, അവരെന്താണെന്ന് പരിശോധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ കുട്ടികൾ പറയുന്നത് ഇത് മാത്രമല്ല, ഇത് സമാനമായ രീതിയിൽ 2 ആഴ്ച കൂടുമ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ പുഴുവിൻ്റെ ദൃശ്യങ്ങൾ കൂടി കൃത്യമായ
രീതിയിൽ പുറത്തു വരുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റ് അധികൃതർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഹോസ്റ്റലിന് മുൻപിൽ അല്പസമയം മുൻപ് നടത്തിയിരുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും മൗണ്ട് സിയോൺ ലോ കോളേജിലെ കുറേയധികം വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും ഒക്കെയായി വയറുവേദനയും ഒക്കെയായി ആശുപത്രിയിൽ പോകുന്നത് പതിവാണ് എന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു പരിശോധന ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. കൃത്യമായ വൃത്തിയുള്ള ഭക്ഷണം വിളമ്പണമെന്നൊരു ആവശ്യമാണ് കൃത്യമായ രീതിയിൽ അധികൃതരോട് വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെടാനുള്ള പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. അതിൽ ശാശ്വതമായ പരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പലരും നിരന്തരമായി ചികിത്സ തേടുന്നു. അങ്ങനെ അവരുടെ പരാതികൾ നീളുകയാണ്. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. സംസ്ഥാനത്ത് നടു റോഡിലെ സ്വർണ്ണ കവർച്ചകൾ തുടരുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ കാർ ഇടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണ് 4 അംഗ കവർച്ചാ സംഘം എത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കൊടുവള്ളിയിലെ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈജു അക്രമത്തിന് ഇരയായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിൽ എത്തിയ 4 അംഗ സംഘം ഇടിച്ചു വീഴ്ത്തി സ്വർണം കവരുകയായിരുന്നു. 1.25 കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് മോഷണം പോയത്. ഇന്നലെ വെച്ചാൽ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ് കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി ആ മുറി പറ്റി. പേരിൻ്റെ വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും അകത്തിയാണ് ചെയ്യും. ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൽ ഭീതിയെന്ന് കൊടുവള്ളി ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി TP അബ്ദുൽ നാസർ. ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊടുവള്ളിയിലൊക്കെ ഉള്ള സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൗണും പരിസരവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സ്വർണം കയ്യിലുണ്ടാവണമെന്നില്ല, ഇത് വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറോ ഒരു പാക്കറ്റോ കയ്യിൽ കണ്ടാൽ തലക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. കാറിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് സംഘം എത്തിയത്. അതിനാൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അക്രമികൾ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 24 കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതി നൽകുന്നത് ദുഃഖകരമാണ്. മുംബൈയിലെ ഖാർഘർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, കോടതി ഉത്തരവിൻ്റെ ചുരുക്കം? ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണല്ലോ കോടതി നിരീക്ഷണങ്ങളും ഈ ഉത്തരവും, അല്ലേ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ജസ്റ്റിസ് BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2 ദിവസം മുൻപ് ഇതേ ബെഞ്ച് തന്നെ ഇതേ വിഷയത്തിൽ ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം അത് ബലാത്സംഗമായി കാണാൻ കഴിയില്ല എന്നായിരുന്നു സുപ്രീം കോടതി അന്നും അടിവരയിട്ട് പറഞ്ഞത്. അതായത് പരസ്പര താല്പര്യപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അതിൽ ഒരു തർക്കം ഉടലെടുത്ത ശേഷം ഈ ബലാത്സംഗ പരാതിയുമായി സമീപിക്കുന്നത് അത് തെറ്റായ പ്രവണതയാണ് എന്നതായിരുന്നു അന്നും നടത്തിയ നിരീക്ഷണം. അതേ കാര്യം തന്നെയാണ് ഇന്നും ഇത് വിഷയത്തിൽ ബെഞ്ച് നിരീക്ഷിച്ചത്. അതായത് ദീർഘകാലം ഈ ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ആ ബന്ധം തകരുമ്പോൾ സ്ത്രീകൾ ബലാത്സംഗ പരാതിയുമായി സമീപിക്കുന്നത് അത് തെറ്റായ രീതിയാണ് എന്നതും അതൊരിക്കലും വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തതായി കണക്കാക്കാൻ കഴിയില്ല എന്നും കൂടിയാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മുംബൈയിലെ ഖാർഘർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് അത് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിർണായക ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട്. അതിനെയെല്ലാം അത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അത് ബെഞ്ച് നിരീക്ഷിച്ചതും അക്കാര്യമാണ്. ഇത്തരത്തിൽ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് അത് തെറ്റായ പ്രവണത എന്നാണ് ബെഞ്ചിൻ്റെ പ്രധാന നിരീക്ഷണം. വിജയകുമാർ.
യെസ്, മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത ഖാർഘർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു കേസ്, ആ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളോടെ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന തരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രധാനപ്പെട്ടതാണ് കോടതിയുടെ ഈ ഉത്തരവ്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വൈദ്യുതക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവം ആത്മഹത്യയാണോ എന്നാണ് സംശയം. മരിച്ച വിരൂപ്പാക്ക സ്വദേശി ഷെരീഫിന്റെ ഇടത് കൈപ്പത്തിക്കും വിരലുകൾക്കും പൊള്ളലേറ്റതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ ഷെരീഫിന്റെ വിരലിൽ ഈ വൈദ്യുത കമ്പി ചുറ്റിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഈ വയർ ചുറ്റിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഈ ആത്മഹത്യ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ നിഗമനങ്ങൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കൈപ്പത്തിയിൽ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഈ വൈദ്യുത ലൈനിൽ നിന്ന് പ്രധാനപ്പെട്ട ലൈനിൽ ിരുന്ന 2 തോട്ടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഈ തോട്ടി താഴെ വീണ് കിടക്കുന്നതാണ് ദുരൂഹതകൾക്കിടയാക്കുന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആത്മഹത്യ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും അതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നതിന്റെ കാര്യമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള നീക്കമാണ് പോലീസ് കണ്ടെത്തുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് വടക്കാഞ്ചേരിയിൽ ഈ ഷെരീഫിന്റെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് ഈ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ട നിഗമനം. അതിപ്പോൾ ആത്മഹത്യ എന്ന സൂചനയിലേക്കാണ് പോലീസ് എത്തുന്നത്. വിജയകുമാർ, യെസ്, ഷോക്കേറ്റുള്ള മരണം എന്നതാണ്. അത് ഇപ്പോൾ പോലീസ് ആത്മഹത്യയാണോ എന്ന് സംശയിക്കുന്നു. അതിലും ദുരൂഹതയുണ്ട്. പോലീസ് അപ്പോൾ വിശദമായി അന്വേഷിക്കുകയാണ്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകി തൃശ്ശൂരിൽ നിന്ന്. ഇനിയും ശബരിമല വാർത്തകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. സന്നിധാനത്തെ പോലീസ് ഫോട്ടോഷൂട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. ഫോട്ടോ എടുത്തത് മനഃപൂർവ്വമായിരിക്കില്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അഭിനന്ദനാർഹമായ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് നേരിട്ട് ഹാജരായതെന്ന് ADGP ശ്രീജിത്തിനോട് കോടതി ഇന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ADGPയോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ട് ഹാജരായി ADGP ഇന്ന് റിപ്പോർട്ട് നൽകുകയാണ് ഉണ്ടായത്. മാളികപ്പുറത്തെ തേങ്ങയുരട്ടൽ, മഞ്ഞൾപ്പൊടി വിതറൽ എന്നിവ ആചാരമല്ലെന്ന് ഹൈക്കോടതി. ഇത്തരം ആചാരമല്ലാത്ത കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മാളികപ്പുറത്ത് പലതും ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പ്രതികരിച്ചു. തേങ്ങയുരുട്ടൽ, മഞ്ഞൾപ്പൊടി വിതറൽ എന്നിവ കർശനമായി തടയണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടു. മാളികപ്പുറത്ത് കിടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല, ഒരു വഴിപാടേ അല്ല. വെറ്റില വർദ്ധിക്കുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു. മാളിപ്പുറം ദേവീ ക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറുന്നു. ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല, ഒരു വഴിപാടുമല്ല. അപ്പോൾ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്നിധാനത്തെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പരമ്പര തുടരുന്നു. നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം. കുപ്രസിദ്ധി കൊണ്ട് രാജ്യത്തു തന്നെ പേരെടുത്ത തസ്കര സംഘമാണ് തമിഴ്നാട്ടിലെ റാംജി നഗർ ഗ്യാങ്. അതീവ സുരക്ഷ മറികടന്ന് ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചുമാറ്റിയാണ് റാംജി നഗർ ഗ്യാങ് രാജ്യശ്രദ്ധ നേടിയത്. ആ മോഷണം ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കം ചെറുതല്ല. ആ റാംജി നഗർ ഗ്യാങ്ങിന്റെ മിൽ കോളനിയിൽ 24 വാർത്താ സംഘം നടത്തിയ അതിസാഹസിക യാത്രയിലേക്ക്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കുറുവാ സംഘത്തിന്റെ ഒളിസങ്കേതമെന്ന് കരുതുന്ന ട്രിച്ചിയിലെ റാംജി നഗർ കോളനിയിലേക്കാണ്
24 സംഘത്തിന്റെ യാത്ര. കേരള പോലീസും തമിഴ്നാട് പോലീസും യൂണിഫോം ഇട്ട് അകത്തേക്ക് കയറാൻ പേടിക്കുന്ന റാംജി നഗർ കോളനി. അവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തസ്കര സംഘങ്ങൾ കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അതിൽ പ്രധാനികളാണ് റാംജി നഗർ ഗ്യാങ്. തൃച്ചി റാംജി നഗർ മിൽ കോളനിയിലെ തസ്കര സംഘം. പാൻ ഇന്ത്യൻ മോഷ്ടാക്കൾ ഗ്രാമത്തിലെത്തി മോഷണം മുതൽ തിരിച്ചുപിടിക്കാൻ പോലീസ് കുറച്ചു വിയർക്കും. അത്രയും ശക്തമാണ് റാംജി നഗറിലെ നിരീക്ഷണം. പോലീസുകാർ തന്നെ ഇത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്കാണ് 24 സംഘം എത്തിയത്. പരിചയമില്ലാത്ത 2 പേർക്ക് കോളനിയിൽ എന്ത് കാര്യമെന്ന് ചോദ്യം. പിന്നാലെ ആളുകൂടി. ഒടുവിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് വീണ്ടും കോളനിയിലെത്തി. സാധാരണ ഗല്ലികളിൽ കാണുന്ന കാഴ്ചകളല്ല കണ്ടത്. ആഡംബരത്തിന്റെ പര്യായമായ ഒരു തിരുട്ടു ഗ്രാമം. കേരളത്തിൽ കുണ്ടിലും കുഴിയിലും ഒളിച്ചിരുന്ന് മോഷണം നടത്തുന്ന തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ നയിക്കുന്നത് രാജകീയ ജീവിതം. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ഈ ആഡംബര വീടുകളിലാണ് മോഷണമുദ്രകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഈ കള്ളന്മാർ നയിക്കുന്നത്. അംബാനിയുടെ മകന്റെ വിവാഹവേദിയിൽ നിന്ന് ലാപ്ടോപ്പ്, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്യൂട്ട് കേസ്, കാസർഗോഡ് നിന്ന് 50 ലക്ഷം രൂപ. അങ്ങനെ രാജ്യവ്യാപകമായി നടത്തിയ മോഷണം മുതൽ കൊണ്ടാണ് ഈ വീടുകൾ കെട്ടിപ്പൊക്കിയത്. AC-യും കാറും സ്വർണവുമെല്ലാം ഇവിടെ ഭദ്രമായുണ്ട്. അറുന്നൂറ് കുടുംബങ്ങളാണ് തൃച്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത്. 50-ലധികം മോഷ്ടാക്കൾ ഇതിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ബാക്കിയുള്ളവർ മറ്റു ജോലികളിലേക്ക് മാറി. നാട്ടിലെ പറ്റി ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാട്ടിലെ പറ്റി. പക്ഷേ അതും അത് സത്യം പറഞ്ഞാൽ ഇവർ കുറുവാ സംഘമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഈ തൃശ്ശൂരിലെ തിരുട്ട് ഗ്രാമത്തിലുള്ളവർ ഈ കുറുവാ സംഘമാണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയുന്നത്. ഈ പേര് ഇവിടെ ഇങ്ങനെ ടീംസ് ഉണ്ടെന്നറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ഇവർ ഒരിക്കലും മോഷ്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. പക്ഷേ മുംബൈ, കർണാടക, കേരള പോലീസുകൾ എല്ലാ മാസവും ഇങ്ങോട്ടേക്കെത്തും തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാൻ. മോഷ്ടാക്കളുടെ ഗ്രാമമെന്ന ദുഷ്പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് റാംജി നഗർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നത് പോലെ അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴുമുണ്ട് 50-ലധികം മോഷ്ടാക്കൾ ഈ ഗ്രാമത്തിൽ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോകുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് വിവരശേഖരണം നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെയിരുന്നാൽ അത് നാട്ടുകാരുടെ ഉറക്കം ഇനിയും കെടുത്തും. വിഷ്ണു സുരേഷിനും അഭിജിത്തിനുമൊപ്പം എസ് ശ്യാംകുമാർ, 24, ട്രിച്ചി. കൊള്ളയ്ക്കായി കൊല നടത്താൻ മടിക്കാത്ത സംഘമാണ് തഞ്ചാവൂർ വല്ലം ഗ്യാങ്. എന്താണ് വല്ലം ഗ്യാങ്? തസ്കര സംഘത്തിന്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ്? നിഗൂഢതകളുടെ തിരുട്ടു ഗ്രാമം പരമ്പരയുടെ അടുത്ത ഭാഗം വല്ലം ഗ്യാങ്ങിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി 9:30 പ്രൈം ടൈം വിത്ത് SKNൽ അത് കാണാം. തിരുട്ട് ഗ്രാമത്തിലൂടെയുള്ള 24 അന്വേഷണ യാത്ര തുടരുന്നു. കൊള്ളയ്ക്കായി കൊല നടത്താൻ മടിക്കാത്ത തഞ്ചാവൂർ വല്ലം ഗ്യാങ്ങിന്റെ ഗ്രാമത്തിൽ 24. കേരളത്തിലെത്തിയത് കണ്ണിൽ ചോരയില്ലാത്ത വല്ലം ഗ്യാങ് എന്ന തമിഴ്നാട് പോലീസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്താണ് വല്ലം ഗ്യാങ്? തസ്കര സംഘത്തിന്റെ പ്രവർത്തന രീതികൾ വെളിപ്പെടുത്തുന്നു. നിഗൂഢതകളുടെ തിരുട്ട് ഗ്രാമം രാത്രി 9:30.
ഇടുക്കിയിൽ നിന്നൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധം. വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നു എന്നാരോപിച്ചാണ് മത്സരാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ടല്ലേ. ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുത്തി, എന്നിട്ട് പോലും അവിടെ നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ഡിഗ്രി ജഡ്ജസ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റുന്ന അവർ ചോദിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേർ സ്റ്റേജിൽ തെന്നിയിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേര് തന്നെ ഇവിടുന്ന് എല്ലാം കയറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നേരത്തെ പല സ്ഥലത്തും ഇത്തരം പ്രതിഷേധമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ അത് പോലീസ് വിജിലൻസ് കേസുകളിലൊക്കെ ആവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പോലീസ് ഇടപെടലിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഈ കോഴ ആരോപണം ശക്തമാണല്ലോ. വിജുമാർ, നിലവിൽ ഈ ഇവിടെ മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് പോലീസിലും. അതുപോലെ തന്നെ ഇവിടെ DDക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് DD വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധാരണ ഈ മത്സര ഇനങ്ങളിലൊക്കെ കോഴ ആരോപണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ആ ജഡ്ജസിനെ മാറ്റി ഒരു 4 മണിക്കൂറിന് ശേഷം ആ മത്സരം നടത്തുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇന്ന് നടക്കാനിരുന്ന എല്ലാ മത്സരങ്ങളും മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ നിന്ന് പല പ്രദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. കുമളി ഭാഗത്തു നിന്നൊക്കെ ഈ കഞ്ഞിക്കുഴിയിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ പിരിവെടുത്തുൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ മത്സരം മാറ്റിവെച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു നൃത്താധ്യാപകനാണ് ഈ ജഡ്ജസിനെ എല്ലാം സ്വാധീനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ആരോപിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ മത്സര ഇനങ്ങളെല്ലാം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ശരിക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രശ്നവും ഇവിടെയുണ്ടോ ഈ നൃത്ത ഇനങ്ങളുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും അത് വർഷങ്ങളായിട്ടുള്ള പ്രതിഷേധമാണ്. ഇന്ന് നമുക്ക് അതുപോലെ തെളിവുകൾ കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജഡ്ജസ് വന്നിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യമേ മത്സരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയായിരുന്നു സംഘാടകർ തീരുമാനം. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായത് പോലും. അതിനുശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഈ കുട്ടിയൊക്കെ നേരത്തെ സബ് ജില്ലയിൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയ ഇവിടെ വന്നതാണ്. പക്ഷേ അതിനെയൊക്കെ മാനസികമായിട്ട് വലിയ തരത്തിൽ തളർത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു നടപടി ഉണ്ടായതല്ല, ഈ ജഡ്ജസിന്റെ ഒക്കെ ഒരു നീക്കം ഉണ്ടായതെന്നാണ് ഈ കുട്ടി തന്നെ പറയുന്നത്, അല്ലേ? അതെ, സ്റ്റേജിൽ കൈകുത്തി വീണ കുട്ടിക്ക് വരെ ഫസ്റ്റ് കൊടുത്ത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന കുട്ടിയെ ഏറ്റവും അപ്പീൽ കൊടുത്ത കിട്ടാത്ത രീതിയിലുള്ള പൊസിഷനിലേക്ക് മാറ്റി വിടുകയും ചെയ്യുന്ന അത്രയും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും മാനസിക പ്രയാസവും ഒക്കെ ഈ കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജഡ്ജസിനെ പണം കൊടുത്ത് സ്വാധീനിക്കുക, അതിന് കൃത്യമായ വാട്സപ്പ് ചാറ്റും അതുപോലെ തന്നെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വരിക, അതൊക്കെ ഉണ്ടായിട്ടും പോലീസ് ഈ കാര്യത്തിലൊരു തുടർ നടപടി എടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച് മത്സരം മാറ്റിവെച്ചത് 30-ാം തീയതിയിലേക്കാണ്. ഇവിടെ വന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് വീണ്ടും പണം മുടക്കി വണ്ടി വിളിച്ച് അതിന് വേണ്ട വസ്ത്രവും കാര്യങ്ങളും ഒക്കെ മത്സര ഇനത്തിന് വേണ്ട വസ്ത്രവും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ വലിയ തുക ചിലവാകും. അതൊക്കെ കണ്ടെത്തണമെങ്കിൽ വലിയ പാടാണ്. ശരിയാണ് രാഹുൽ, വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. കോഴ ആരോപണം വീണ്ടും കലോത്സവ വേദിയിൽ ഉയരുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വരുന്നുണ്ട്. ശബ്ദ ശകലങ്ങളായോ വാട്സപ്പ് ചാറ്റുകളായോ ഒക്കെ ഈ കോഴ ആരോപണം ശരിവെക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.